നമസ്കാരം. ശ്രീ പത്മനാഭ സ്വാമി ദർശനം സൗഖ്യവും പുണ്യവും നൽകുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. തിരക്കില്ലാത്ത ദിവസവും ആ സമയത്തുമെല്ലാം വലിയ തിരക്കുകൾ സൃഷ്ടിക്കാൻ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന വ്യാപകമായ പരാതി ദർശനത്തിനെത്തുന്ന ഭക്തർ എല്ലാ ദിവസവും ഉയർത്താറുണ്ട്. ക്ഷേത്രത്തിലെ ജീവനക്കാർ കൂടുതലും ദർശിക്കാൻ വരുന്ന ഭക്തജനങ്ങളുടെ പണത്തോടാണ് ആഗ്രഹം പ്രകടിപ്പിക്കാറ്. വരുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഒളിച്ചും പാത്തും ജീവനക്കാർ പണം വാങ്ങാറുണ്ട്. മണിക്കൂറോളം ഭക്തരെ ക്യൂ നിർത്തിയതിനു ശേഷം പത്മനാഭ സ്വാമിയെ തൊഴുതു വണങ്ങാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ജീവനക്കാർ ഭക്തരെ വലിയ രീതിയിൽ ഒരു വെപ്രാളം പെടുത്തി വലിയൊരു തിരക്ക് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. തിക്കും തിരക്കും ഇടികൊണ്ടും ഡ്യൂട്ടി ചെയ്യുന്നവരുടെ പിടിച്ചു തള്ളൽ കൊണ്ടും സഹിച്ചും ആട്ടും തൂപ്പും കേട്ട് ആയിരക്കണക്കിന് ഭക്തർ ഇന്നലെ ദർശനം നടത്തി. സാക്ഷാൽ വലിയ പെരുമാളിനെ ദർശിക്കാൻ തിരുപ്പതി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, അരുൾമുഖ രാമസ്വാമി ക്ഷേത്രം, രാമേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടങ്ങളിൽ ഭക്തരെ ഇത്രയും മാനസികമായും ശാരീരികമായും ക്ഷേത്ര ഭരണക്കാർ ബുദ്ധിമുട്ടിക്കാറില്ല. അവിടെ സുഖദർശനം ലഭിക്കുന്നുണ്ട് ഭക്തർക്ക്. വളരെ മികച്ച രീതികളിൽ സംവിധാനങ്ങളിലും ഒരുക്കിയ അവിടങ്ങളിൽ ഭഗവത് ദർശനം കൊടുത്ത് ഭക്തരെ തൃപ്തിപ്പെടുത്തി വേഗത്തിൽ സന്തോഷത്തോടെ പുറത്ത് കടത്തിവിടാറുണ്ട്. ക്യൂ കൂടുതലായാൽ അവർക്കെതിരെ റിലാക്സ് ആവാനായിട്ട് വെള്ളവും കൊടുക്കാറുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി യോഗനിദ്രയിലുള്ള ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൽ നിശബ്ദതയാണ് ആചാരപ്രകാരം പാലിക്കേണ്ടത്. എന്നാൽ ഭക്തർക്ക് വേഗത്തിൽ കടന്നു പോകാനുള്ള ഒരു ശാസ്ത്രീയ സംവിധാനവും ഒരുക്കാതെ അവിടെ നിന്ന് ഒച്ചത്തിൽ നിലവിളിച്ച് ഭക്തരെ ആട്ടിപ്പായിക്കുന്ന ഉദ്യോഗസ്ഥർ തികച്ചും ചെയ്യുന്നത് ഭഗവാനെ ശ്രദ്ധയോടെ ദർശിക്കാനുള്ള ഒരു ഭക്തന്റെ അവകാശം കൂടി നിഷേധിക്കുകയാണ് എന്ന് ഓർക്കണം. ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെയുള്ള ശ്രീരാമ ലക്ഷ്മണ സീതാമാരുടെ വിഗ്രഹത്തിന് അടുത്ത് നിന്ന് ഒച്ചത്തിൽ ഭക്തരോട് ആക്രോശിക്കുന്ന ഒരു കണ്ണാടിക്കാരി വനിതയെ ഞാൻ ഇന്നലെ കണ്ടു. അത് പോലീസുകാരിയാണോ ക്ഷേത്ര ജീവനക്കാരിയാണോ എന്ന് നിശ്ചയമില്ല. തൊഴുത് പുറത്തു വരുന്ന ഭക്തർക്ക് പുറത്തിറങ്ങാൻ കിഴക്കേ നടയും വടക്കേ നടയും മാത്രമേ ഉള്ളൂ. പടിഞ്ഞാറേ നട വഴി തെക്കേ നട വഴിയും ഒക്കെ ക്ഷേത്രത്തിനകത്ത് ക്യൂ നിന്ന് എത്തിയവർക്ക് വന്നിടത്തേക്ക് വീണ്ടും പോകാൻ പുറത്തിറങ്ങി ഓട്ടോറിക്ഷ പിടിക്കേണ്ട ദയനീയമായ അവസ്ഥ. പ്രത്യേകിച്ചും പ്രായമായവർ, അത് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത്. തെക്കും വടക്കും പോലും നേരെ ചൊവ്വെ അറിഞ്ഞൂടാത്തവനെയൊക്കെ പിടിച്ച് ഓഫീസറാക്കി ആ കസേരയിൽ അവരോധിക്കുമ്പോൾ ഭരണസമിതിക്ക് കുറച്ചെങ്കിലും ബോധം വേണം. ക്രൗഡ് മാനേജ്മെന്റിൽ ഒട്ടും സുതാര്യതയില്ലാത്ത സംവിധാനമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം സ്പെഷ്യൽ സേവാ ദർശനമോ പാസോ ഒന്നുമില്ല എന്ന് പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വെണ്ടക്കക്ഷരത്തിൽ വാർത്തകൾ അടിച്ചുവിട്ടപ്പോൾ ഒരു ഭാഗം ജനതയ്ക്ക് മാത്രം പാസുകൾ അനുവദിച്ചത് എന്ത് ചെയ്തോ വികാരമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊരു പക്ഷപാതപരമായി ഇരിക്കുന്നു. കഴിഞ്ഞ ലക്ഷദ്വീപ് ഉത്സവ സമയത്ത് സുതാര്യമായ രീതിയിൽ ദർശന സൗകര്യം ഒരുക്കി പാസ് എല്ലാം കൊടുത്ത ക്ഷേത്രാധികാരികൾക്ക് സ്വർഗവാതിൽ ഏകാദശി ദിവസം ആ സുതാര്യത നിലനിർത്താൻ സാധിച്ചില്ല എങ്കിൽ അതിലൊളിച്ചിരിക്കുന്ന ചെയ്തോ വികാരം എന്താണെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. കാരണം അതിലകം ഓഫീസിൽ ചിക്കൻ ബിരിയാണി വെച്ച് സൽക്കാരം ആഘോഷിച്ച മേലാഫീസർമാരിരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് ഇതിന്റെ അപ്പുറവും സംഭവിക്കുമെന്നത് ഉറപ്പാണ്.